മൊഡ്യൂൾ 6 വയോധികരിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായിക്കുക. പരിചയം. വയസ്സാകുന്നതോടെ ശാരീരിക, മാനസിക, സാമൂഹ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. പല വയോധികർക്കും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സഹായം ആവശ്യമായി വരാം. ലക്ഷ്യം: സ്വാതന്ത്ര്യം, മാന്യത, സുരക്ഷ, ജീവിത നിലവാരം ഉറപ്പുവരുത്തുക. ദൈനംദിന പ്രവർത്തനങ്ങൾ: കുളിക്കൽ, വ്യക്തിഗത ശുചിത്വം, വസ്ത്രധാരണം, അലങ്കാരം, ഭക്ഷണം കഴിക്കൽ, സഞ്ചാരം, കുടിവെള്ളം, ശൗചാലയം ഉപയോഗിക്കൽ, മലമൂത്ര നിയന്ത്രണം, ഭക്ഷണം പാകം ചെയ്യൽ, മരുന്ന് കഴിക്കൽ നിയന്ത്രിക്കൽ, വീട് വൃത്തിയാക്കൽ, സാധനങ്ങൾ വാങ്ങിക്കൽ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യൽ, ഫോൺ സംബന്ധമായ കാര്യങ്ങൾ. സഹായിക്കുമ്പോൾ പാലിക്കേണ്ട സിദ്ധാന്തങ്ങൾ: മാന്യതയും സ്വകാര്യതയും ആദരിക്കുക. കഴിയുന്നത്ര സ്വയം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. എപ്പോഴും സുരക്ഷ ഉറപ്പാക്കുക. സഹനത്തോടെ വ്യക്തമായി സംസാരിക്കുക. മാനസിക പിന്തുണയും സാന്നിധ്യവും നൽകുക. പ്രായോഗിക സഹായ മാർഗങ്ങൾ: വ്യക്തിഗത പരിപാലനം, കുളിക്കൽ, മുടി, പല്ല് ശുചിത്വം എന്നിവ. പോഷക സഹായം: ഭക്ഷണം കൊടുക്കുക, സമതുലിത ആഹാരം ഉറപ്പാക്കുക. സഞ്ചാര സഹായം: വാക്കിംഗ് സ്റ്റിക്ക്, വോക്കർ എന്നിവയുടെ ഉപയോഗം, വീഴ്ചകൾ തടയുക. മരുന്ന് നിയന്ത്രണം: സമയത്ത് ഓർമ്മപ്പെടുത്തുക, രേഖപ്പെടുത്തുക. അതുപോലെ സ്വകാര്യത മാനിക്കുക, ശുചിത്വം, അണുബാധ എന്നിവ തടയുക. സാമൂഹിക, മാനസിക പിന്തുണയും വേണം. ഹോബികൾ പ്രോത്സാഹിപ്പിക്കുക, സംഭാഷണം, കൂട്ടായ്മ. സുരക്ഷാ നടപടികൾ: വീട്ടിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുക. തെന്നുന്ന നിലം, തടസ്സങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കണം. അതുപോലെ കൈപ്പിടികൾ, പിടിവാരി തുടങ്ങിയവയൊക്കെ സ്ഥാപിക്കുക. മതിയായ ലൈറ്റിംഗ് ഉറപ്പാക്കുക. വോക്കർ, വാക്കിംഗ് സ്റ്റിക്ക് ഇവയൊക്കെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. കെയർ ഗീവറുടെ പങ്ക്: സഹനശീലവും കരുണയും കാണിക്കുക. ആരോഗ്യത്തിലും പെരുമാറ്റത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഡോക്ടറെ അല്ലെങ്കിൽ ആശുപത്രിയിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. കുടുംബാംഗങ്ങളെ കൂടി പിന്തുണയ്ക്കുക. സമാപനം: വയോധികരെ സഹായിക്കുന്നത് ശാരീരിക സഹായം മാത്രമല്ല, സ്വാതന്ത്ര്യവും മാന്യതയും മനസ്സന്തോഷവും ഉറപ്പാക്കുന്നതാണ്. ശരിയായ പരിചരണത്തോടെ അവർക്ക് സുരക്ഷിതത്വവും ആരോഗ്യമുള്ളതുമായ സന്തോഷ ജീവിതം നയിക്കാൻ കഴിയും. വയോജനങ്ങളിൽ രോഗിയുടെ മാന്യതയും സുഖവും എങ്ങനെ നിലനിർത്താം? വയോധികർ ശാരീരിക, മാനസിക, സാമൂഹ്യ വെല്ലുവിളികൾ നേരിടുന്നു. ബഹുമാനം, കരുണ, മാന്യത ഇവ നൽകി അവരെ പരിചരിക്കേണ്ടത് ആവശ്യമാണ്. വ്യക്തികളുടെ മൂല്യം ബഹുമാനിക്കണം. ശാരീരിക, മാനസിക, സാമൂഹ്യ ക്ഷേമം ഉറപ്പാക്കണം. മാന്യതയും സുഖവും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം: ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. രോഗിയും പരിപാലകനും തമ്മിൽ ഒരു വിശ്വാസം വളരുന്നു. ഒറ്റപ്പെടൽ, വിഷാദം ഇവ കുറയുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. മാന്യത ഉറപ്പാക്കാനുള്ള പ്രധാന തത്വങ്ങൾ: സ്വകാര്യത സംരക്ഷിക്കുക, ബഹുമാനത്തോടെ സംസാരിക്കുക, സ്വയം ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകുക, അവരുടെ ആവശ്യം ഒരുമിച്ചിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, പരിചരണ തീരുമാനങ്ങളിൽ അവരെ കൂടി പങ്കാളിയാക്കുക. ശാരീരിക സുഖം ഉറപ്പാക്കൽ: കിടക്കയിലും കസേരയിലും ശരിയായ പൊസിഷൻ, വ്യക്തിഗത ശുചിത്വം ഉറപ്പാക്കണം. പോഷക സമൃദ്ധവും ഇഷ്ടമുള്ള ഭക്ഷണവും നൽകുക. വേദന നിയന്ത്രണം, മരുന്ന് സമയത്തിന് നൽകുക. ചലനത്തിൽ സഹായിക്കുക. മുറിവുകളും മറ്റ് അസുഖങ്ങളും തടയുക. മാനസിക സുഖം ഉറപ്പാക്കൽ: കരുണ, ക്ഷമ, സഹാനുഭൂതി ഇവ നമ്മൾ കാണിക്കണം. സാന്നിധ്യവും മാനസിക പിന്തുണയും നൽകുക. സാമൂഹികവും വിനോദപരവുമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുക. മത-സാംസ്കാരിക വിശ്വാസങ്ങൾ ബഹുമാനിക്കുക. അവഗണന, പീഡനം, അപമാനം ഇവ ഒഴിവാക്കുക. സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ: കഴിയുന്നത്ര സ്വയം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. സഹായ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സഹായിക്കുക. അതായത് കണ്ണാടി, കേൾവി സഹായം, കൈത്തടി തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാൻ സഹായിക്കുക. സുരക്ഷിതമായ പരിസരം ഒരുക്കുക. വസ്ത്രം, ഭക്ഷണം, പ്രവർത്തനം എന്നിവയിലെ തെരഞ്ഞെടുപ്പ് ബഹുമാനിക്കുക. പരിചാരകരുടെ പങ്ക്: സൗമ്യവും കരുണാപൂർവകവുമായ സമീപനമാണ് വേണ്ടത്. വ്യക്തമായ ആശയവിനിമയം ഉണ്ടായിരിക്കണം. ആരോഗ്യസ്ഥിതിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ച് അറിയിക്കണം. രഹസ്യത പാലിക്കണം. സ്വന്തം കുടുംബത്തെ പോലെ പരിചരിക്കുക എന്ന മനോഭാവം എപ്പോഴും പുലർത്തണം. മാന്യത ഉറപ്പാക്കാൻ ഉള്ള തടസ്സങ്ങൾ: സമയക്കുറവും സ്റ്റാഫ് കുറവുമാണ് പ്രധാനപ്പെട്ട തടസ്സങ്ങൾ. രോഗിയുടെ അഭിപ്രായം അവഗണിക്കുന്നു.
വേഗത്തിലോ അപമാനകരമായോ സംസാരിക്കുന്നു. പരിചാരകൻ രോഗിയെ അത്യധികം ആശ്രിതനാക്കുന്നു. പ്രായവിവേചനം ഉണ്ടാകുന്നു. അവഗണന. ഇവയൊക്കെ മാന്യത ഉറപ്പാക്കാനുള്ള തടസ്സങ്ങളാണ്. പ്രായോഗിക ഉദാഹരണങ്ങൾ: മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തട്ടുക, ബെഡ് ബാത്ത് സമയത്ത് മൂടി ഉപയോഗിക്കുക, വ്യക്തമായി സംസാരിക്കുക, പ്രത്യേകിച്ച് കേൾവി പ്രശ്നങ്ങൾ ഉള്ളവരോട്, വസ്ത്രധാരണം തിരഞ്ഞെടുക്കാൻ അവസരം നൽകുക, ഭക്ഷണം കഴിക്കാൻ മതിയായ സമയം അനുവദിക്കുക. വൃദ്ധരായ രോഗികളെ എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടത്? രോഗിയെ സുരക്ഷിതമായി നീക്കുകയും മാറ്റുകയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രവർത്തനം. ലക്ഷ്യം രോഗിക്ക് പരിക്ക് വരാതിരിക്കുക, പരിചാരകന് പരിക്കോ വേദനയോ വരാതിരിക്കുക. വയോധികരിൽ സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ: ദുർബലമായ പേശികളാണ്, പൊട്ടലിന് സാധ്യതയുള്ള അസ്ഥികളാണ്, ചലനക്കുറവുണ്ടാകാം, വീഴ്ചയുടെ അപകട സാധ്യതയും ഉണ്ട്. സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം: രോഗിക്കാണെങ്കിൽ വീഴ്ചയും പൊട്ടലും ഒക്കെ ഒഴിവാക്കാം. ചർമ്മ പരിക്കുകൾ നമുക്ക് തടയാൻ കഴിയും. മാന്യതയും സൗകര്യവും നിലനിർത്താൻ കഴിയും. ചലനത്തിലെ ഭയവും കുറയും. ഇനി പരിചാരകന്റെ വശത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിൻവേദന, പേശിവേദന എന്നിവ തടയാം. മാനസിക സമ്മർദ്ദം കുറയാം. ആത്മവിശ്വാസം വർദ്ധിക്കും. സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ: പ്രവർത്തനത്തിന് മുമ്പ് വിലയിരുത്തുക. എന്തൊക്കെയാണ് വിലയിരുത്തേണ്ടത്? രോഗിക്ക് സ്വയം സഹായിക്കാൻ കഴിയുമോ? മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടോ? അതുപോലെ ശരിയായ ശരീരഭാവം പാലിക്കുക. മുട്ടുവളച്ച് പിന്നാമ്പുറം നേരെയാക്കുക. രോഗിയെ ശരീരത്തിന് അടുക്കി പിടിക്കുക. ശരീരം വളയുന്നത് ഒഴിവാക്കുക. സഹായക ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വീൽചെയർ, വോക്കർ, സ്ലൈഡിംഗ് ഷീറ്റ്, ട്രാൻസ്ഫർ ബെൽറ്റ് എന്നിവ ഉപയോഗിക്കുക. രോഗിയുടെ സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക. കഴിയുന്നത്ര അവർ തന്നെ ചെയ്യാൻ സഹായിക്കുക. സുരക്ഷിതമായ നീക്കങ്ങളുടെ രീതികൾ: കിടക്കയിൽ നിന്ന് കസേരയിലേക്ക് മാറ്റുക. ട്രാൻസ്ഫർ ബെൽറ്റ്, പിവോട്ട് രീതികൾ. കിടക്കയിൽ ശരീരഭാവം മാറ്റുക. ഡ്രോ ഷീറ്റ്, സ്ലൈഡിംഗ് ഷീറ്റ്. നടത്തുമ്പോൾ സഹായം നൽകുക. വോക്കർ, വടി കൊണ്ട് പതുക്കെ നടക്കാൻ സഹായിക്കുക. ഉയർത്തുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ സഹായികൾ കൂടി വേണം. അപ്പോൾ ഉപകരണങ്ങളും വേണം. ഇതൊക്കെ സുരക്ഷിതമായ നീക്കങ്ങളുടെ രീതികളാണ്. സഹായ ഉപകരണങ്ങൾ: ട്രാൻസ്ഫർ ബെൽറ്റ്, വീൽചെയർ, വോക്കർ, മെക്കാനിക്കൽ ഹോയിസ്റ്റ്, ലിഫ്റ്റ്, സ്ലൈഡിംഗ് ബോർഡ്, ഷീറ്റ്, കിടക്ക റെയിൽസ്, പിടിക്കാൻ ബാറുകൾ. സുരക്ഷാ മുൻകരുതലുകൾ: ചെയ്യാനിരിക്കുന്ന പ്രവൃത്തി രോഗിയോട് മുൻകൂട്ടി പറയുക. മുറി വൃത്തിയാക്കുക. വെള്ളം ചോർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കുക. കിടക്കയും വീൽചെയറും ലോക്ക് ചെയ്യുക. രോഗിക്ക് സ്ലിപ്പ് ചെയ്യാത്ത ചെരുപ്പ് ധരിപ്പിക്കുക. എല്ലായ്പ്പോഴും പതുക്കെ കരുതലോടെ നീക്കുക. രോഗിയുടെ സൗകര്യവും മാന്യതയും: മാറ്റുമ്പോൾ സ്വകാര്യത ഉറപ്പാക്കുക. മാനസികമായി പ്രോത്സാഹിപ്പിക്കുക. രോഗിയുടെ അഭിപ്രായവും തെരഞ്ഞെടുപ്പും നമ്മൾ മാനിക്കണം. നീക്കത്തിന് മുൻപും ശേഷവും വേദനയുണ്ടോ എന്ന് ചോദിക്കുക. ഇനി പരിചാരകന്റെ പങ്ക്: സുരക്ഷിതത്വം കൈകാര്യം ചെയ്യുന്ന രീതികളിൽ പരിശീലനം നേടുക. രോഗിയുമായി നല്ല ആശയവിനിമയം പുലർത്തുക. മറ്റ് ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. തുടർച്ചയായ പരിശീലനം സ്വീകരിക്കുക.